പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ വീടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇന്ന് പിന്നെ നമ്മളെ ഒരു ട്രാവലറെ കൊണ്ടുവന്നേക്കണ്. ഇന്നപ്പോൾ നമ്മൾ ഈ വണ്ടിയിലും ട്രിപ്പൊക്കെ പോവുണ്ടാവുക. അണ്ണാ അതെ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ആൾക്കാരെ എങ്ങനെയാ വണ്ടിയിൽ കയറണേ? ആടഷിച്ചാനെ, ഇവരെന്താ എയറിൽ കയറണോ? നമ്മൾ പിന്നെ എന്തിനാ ഡോറ് തുറന്നേക്കണ്? അതങ്ങ് അടച്ചേക്കാം. എടാ പിഞ്ചാനെ, ഇവിടെ പലതും സംഭവിക്കും. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ വണ്ടിയിൽ കയറിയേക്കാണ്. നമുക്കിനി ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമുക്ക് പിന്നെ കുറച്ച് ദൂരം കപ്പലിലാണ് പോണ്ടേ. A few moments later. അത് ശരി, ഇവിടെ ഇങ്ങനത്തെ സംവിധാനം ഉണ്ടായിരുന്നുല്ലേ. നമുക്കപ്പോൾ കപ്പലും കയറി പോകാൻ പറ്റും. ഇതിൻ്റെ ഇൻറ്റീരിയർ വലിയ കാര്യമില്ല ഏട്ടാ, വലിയ ഭംഗിയില്ല കാണാനായിട്ട്. ആ അത് ശരിയാ, ഈ ഇൻറ്റീരിയറ് വലിയ ഭംഗിയില്ല. നമുക്കപ്പോൾ ഈ ക്യാമറ ആംഗിളിൽ വണ്ടി ഓടിക്കാം. ഞാൻ പിന്നെ ഈ ആംഗിളിൽ ഓടിക്കാറില്ല. എന്നാലും കുഴപ്പമില്ല, തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഓടിക്കാം. അണ്ണാ അതെ, ബസ്സിൽ നോക്കാറുള്ള പോലെ നമുക്ക് ഈ വണ്ടിയുടെയും ടോപ്പ് സ്പീഡ് നോക്കണ്ടേ? ഈ വണ്ടി ഇപ്പോൾ എത്ര സ്പീഡിലാണ് പോവാന്ന് നമുക്ക് നോക്കി നോക്കാം. ഇത് പിന്നെ ട്രാവലർ അല്ലേ, ഈ വണ്ടി എന്തായാലും ഒരു 200ൻ്റെ മേലെ പോവും, അതുറപ്പാ. കാരണം ഈ വണ്ടിക്ക് ബസ്സിന് അത്ര വെയിറ്റ് ഇല്ല, 200ൻ്റെ മേലെ എന്തായാലും പോവേണ്ടതാ. ആടഷിഞ്ചാനെ, അതിപ്പോൾ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത് പിന്നെ ഒരു ട്രാവലറല്ലേ, എന്തായാലും 200ൻ്റെ മേലെ പോവും. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇവിടെ ബ്ലോക്കാണോ? ബ്ലോക്കൊന്നുമല്ല, ആ ബസ് അവിടെ ബ്രേക്ക് ഡൗൺ ആയതാ. നമ്മളെ പക്ഷേ എങ്ങനെയൊക്കെയോ സൈഡിൽ കൂടെ എടുത്തു. നമുക്ക് പിന്നെ സമയമില്ല, ആൾക്കാരെ പെട്ടെന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം. അണ്ണാ ഇത് നോക്കിയേ, നമ്മുടെ വണ്ടി 140 കടന്നു. വണ്ടിക്ക് പിന്നെ അത്യാവശ്യം പിക്കപ്പ് ഉണ്ട് കേട്ടാ, വലിയ കുഴപ്പമില്ല. എടാ ഷിൻചാനെ, ടോപ്പ് സ്പീഡൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇത് പിന്നെ ഒരു സിറ്റി അല്ലേ, ഇവിടെ ടോപ്പ് സ്പീഡ് നോക്കാനായിട്ട് വലിയ എളുപ്പമല്ല. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ പോവുണ്ടാവും. ചില സമയത്ത് പിന്നെ നമുക്ക് റോങ് സൈഡൊക്കെ എടുക്കേണ്ടി വരും, തീരെ നിർത്തിയില്ലെങ്കിൽ. അതിപ്പോൾ വലിയ സീനൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ റോങ് സൈഡ് എടുത്ത് വണ്ടി ഓടിച്ചാലും നമുക്ക് ഫൈനൊന്നും കിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയേക്കാണ്. ഇതെന്തത്? ഇവിടെ MVD ഉണ്ടല്ലോ. അതിപ്പോൾ സീനില്ല. നമ്മുടെ വണ്ടി പക്ഷേ ഫുള്ളി മോഡിഫൈഡാ. എന്തെങ്കിലും ആവട്ടെ. അല്ല, ഇത് ചെറിയൊരു ട്രിപ്പായിരുന്നാ, പെട്ടെന്ന് കഴിഞ്ഞല്ലോ. എടാ പിഞ്ചാനെ, നിന്നോട് ആരെ പറഞ്ഞേ? ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ പിന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങാണ്ട്, അവർ ഇറങ്ങിക്കോട്ടെ. നമ്മളെന്തിനാ ഡോറ് തുറക്കണേ? ആൾക്കാർ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങിയേക്കാണ്. അവിടെ പിന്നെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്, നമുക്ക് അവരെയും കൂടി പിക്ക് ചെയ്യണം. എന്നിട്ട് ഈ ട്രിപ്പ് അങ്ങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാം. വേഗം കയറ്, നമുക്ക് അധികം സമയമില്ല. ലെറ്റ്സ് ഗോ. ആൾക്കാരെങ്ങനെ വണ്ടിയിൽ കയറിയേക്കാണ്. നമുക്കിനി ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്തത്? ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നാ തോന്നണേ. നമുക്കപ്പോൾ സൈഡിൽ കൂടെ എടുത്തു നോക്കാം. ഇവിടെ ലെഫ്റ്റിൽ കൂടെ എടുക്കാൻ പറ്റുമോ? അധികം സ്പേസ് ഒന്നുമില്ല. പിള്ളേരെ ഒന്ന് മാറിക്കോ, ഞാനൊന്ന് പൊക്കോട്ടെ. എന്തെങ്കിലും ആവട്ടെ, നമ്മളെങ്ങനെയൊക്കെയോ ആ ഗ്യാപ്പിൽ കൂടെ എടുത്തേക്കാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചു വിടാം. അണ്ണാ അതെ, ഈ വഴി വലിയ കുഴപ്പമില്ല കേട്ടാ. നമുക്കപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാം. ഇതെന്തത്? മുമ്പിൽ 2 വണ്ടികൾ ഉണ്ടല്ലോ. ഇതൊക്കെ സുഖമായിട്ട് വെട്ടിച്ചെടുക്കാൻ പറ്റും, അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഇനി നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം. ആടാഷിച്ചാനെ, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ വണ്ടി 190 കടന്നു. ഇവിടെ ഇപ്പോൾ 200 കൂടിയും കടക്കാറായി. ഓക്കെ, 200 കടന്നു. ഇനി ഈ വണ്ടി 300 പോവോ? അങ്ങനെ വരാൻ വഴിയില്ല. കൂടിപ്പോയ ഒരു 250.
ആ സ്പീഡിൽ പോവായിരിക്കും. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ റോഡില്ലേ, അത് കാലിയാണ്. റോഡിൽ അധികം വണ്ടികൾ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോൾ 240 കടന്നു. 250 ആവാറായിട്ടാ. ഈ വണ്ടിക്കപ്പോൾ അത്യാവശ്യം സ്പീഡുണ്ട്. പോട്ടെങ്ങട്. ഇനി കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാലേ ഒരു ബ്രിഡ്ജൊക്കെ എത്തും. അവിടെ വെച്ചിട്ട് സ്പീഡിൽ പോവാം. എന്നാലും ഈ വണ്ടിക്ക് ഭയങ്കര കൺട്രോളാണ് കേട്ടോ. ഞാനിപ്പോൾ 260 പോണേ. എന്നിട്ടും കണ്ടില്ലേ, വണ്ടിക്ക് നല്ല കൺട്രോൾ ഉണ്ട്. അതിപ്പോൾ കൊള്ളാം. അണ്ണാ, ഇവിടെ ആ ബ്രിഡ്ജ് എത്തിയല്ലോ. ഇത് പക്ഷെ ഒരു സ്ട്രെയിറ്റ് റോഡാ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ട്രക്ക് ഉണ്ടല്ലോ. അത് നിട്ട റാമ്പാണോ? ആടാ ഷിൻചാനെ, അത് ഒരു റാമ്പാ. അതുമ്മ കൊണ്ടുപോയി ചാടിക്കണമെങ്കിൽ നമ്മൾ നേരെ വെള്ളത്തിൽ പോവും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിക്കില്ല. അണ്ണാ, ഇത് നോക്കിയേ, നമ്മുടെ വണ്ടി 300 എത്താറായി. ഇത് 300 വരെ പോവോ? ഷേ, ഇവിടെ ഇപ്പോൾ കയറ്റത്ത് വണ്ടി സ്പീഡിൽ പോവില്ല. ഈ കയറ്റം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. എനിക്ക് തോന്നണതേ ഈ വണ്ടി 300-ന്റെ മേലെ പോകുന്ന. എനിക്കും ചെറിയ ഡൗട്ട് ഉണ്ട്. 296 അത്ര സ്പീഡിൽ എത്തിയതായിരുന്നു. അപ്പോഴേക്കാ കയറ്റം വന്നേ. ഇവിടെ ഇപ്പോൾ ഇറക്കം വന്നേക്കാണ്. ഇനി അങ്ങോട്ട് പിടച്ചു വിടാം. ഇറക്കത്ത് വണ്ടിയുടെ സ്പീഡ് കൂടുള്ളൂ. ഓക്കെ, ഇവിടെ അങ്ങനെ 300 കടന്നേക്കാണ് കേട്ടാ. 320 കടന്നു. ഇവിടെ ഇപ്പോൾ 300. പോട്ടെങ്ങോട്ട് 330 എത്തട്ടെ. ഇതെന്തത് 325 സ്റ്റക്കായില്ലോ. അണ്ണാ, എനിക്ക് തോന്നണതേ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 325 അതിൻ്റെ മേലെ പോണില്ല. എന്തെങ്കിലും ആവട്ടെ, എന്നാലും വണ്ടി നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. സ്പീഡിൽ ഓടിക്കാനായിട്ട് നല്ല രസമാണ്. നമ്മുടെ വണ്ടിക്ക് പിന്നെ ഡാമേജും വന്നു കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ ഹെൽത്തില്ലേ, അത് 97% കാണിക്കണേ. ചെറുതായിട്ട് ഒന്ന് വണ്ടി തട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സീനില്ല. നമുക്ക് സ്പീഡിലങ്ങ് ഓടിക്കാം. നമ്മുടെ അണ്ണനാ വണ്ടി ഓടിക്കണേ. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം ദൂരമൊന്നുമില്ല. അയ്യോ, ഇപ്പോൾ തന്നെ ഒരു MBDയുടെ വണ്ടി പോയി. ഭാഗ്യം, അവന്മാർ നമുക്ക് ഫൈനൊന്നും ഇട്ട് തന്നില്ല. അവരുടെ മുമ്പിലാ അഭ്യാസം കാണിക്കണേ. പിന്നെ നമ്മുടെ വണ്ടിയില്ലേ, അത് വീണ്ടും ഇടിച്ചുട്ടാ. ഇപ്പോൾ വണ്ടിയുടെ ഹെൽത്ത് 87% കാണിക്കണേ. അതിപ്പോൾ സീനില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയേക്കാണ്. വണ്ടിക്ക് ഡാമേജ് വന്നാലും ആൾക്കാരെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. അത് മതി, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.